നമസ്കാരം. ഏറ്റവും പുതിയ ഒരു പെൻഷൻ വിതരണ അറിയിപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പോസ്റ്റ് ഓഫീസുകൾ വഴിയുള്ള പെൻഷൻ വിതരണം വൈകുവാൻ സാധ്യതയുണ്ട്. 22,000-ഓളം ആളുകൾക്കാണ് ഇത്തരത്തിൽ പെൻഷൻ വൈകുവാൻ സാധ്യതയെന്നാണ് ഇപ്പോൾ ട്രഷറി ഡയറക്ടറിന്റെ അറിയിപ്പ് വന്നിരിക്കുന്നത്. കേന്ദ്ര പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുന്നതിൽ പോസ്റ്റ് ഓഫീസുകൾ വരുത്തിയ വീഴ്ചയാണ് ഇത്തരത്തിൽ നാട്ടുകാർക്ക് തിരിച്ചടിയാകുന്നത്. ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രായാധിക്യവും കാരണം നേരിട്ട് ബാങ്കുകളിലോ ട്രഷറികളിലോ എത്തി പണം അല്ലെങ്കിൽ പെൻഷൻ കൈപ്പറ്റാൻ സാധിക്കാത്ത ആളുകളാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസുകൾ വഴി പെൻഷൻ കൈപ്പറ്റുന്നത്. സർവീസ് പെൻഷനും കുടുംബ പെൻഷനുമായി സംസ്ഥാനത്ത് 22,000-ഓളം ആളുകളാണ് ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് വഴി പെൻഷൻ കൈപ്പറ്റുന്നത്. മണി ഓർഡറായി ഇവരുടെ വീടുകളിലേക്കാണ് ഈ ഒരു പെൻഷൻ തുക സാധാരണ എത്തിച്ചേരുക. എല്ലാ മാസവും 5-ാം തീയതിക്കുള്ളിലാണ് ഇത്തരത്തിലുള്ള ആളുകളുടെ വീടുകളിലേക്ക് പെൻഷൻ തുക എത്തുന്നതെങ്കിൽ ഈ മാസം അത് പ്രതീക്ഷിക്കേണ്ടെന്നാണ് ട്രഷറി ഡയറക്ടറുടെ അറിയിപ്പിൽ പറയുന്നത്. സാങ്കേതിക തടസ്സങ്ങളാൽ വൈകുമെന്നാണ് അറിയിപ്പിൽ പറയുന്നത്. സംസ്ഥാനത്തെ പോസ്റ്റ് ഓഫീസുകൾ വരുത്തിയ ഗുരുതര വീഴ്ചയാണ് ഇത്തരത്തിൽ പെൻഷൻ വൈകാൻ കാരണമായത്. പെൻഷൻ തുക മണി ഓർഡറായി കൈമാറാൻ കേന്ദ്രം തയ്യാറാക്കിയ പോർട്ടലിൽ സംസ്ഥാനത്തെ ഓരോ പോസ്റ്റ് ഓഫീസും രജിസ്റ്റർ ചെയ്യണം. 2019 മുതൽ ഈ നിയമമുണ്ടെങ്കിലും കേരളത്തിലെ ഒരൊറ്റ പോസ്റ്റ് ഓഫീസ് പോലും ഇത്തരത്തിൽ രജിസ്റ്റർ ചെയ്തില്ല. ഇത്തവണത്തെ ഓഡിറ്റിലാണ് ഇത് കണ്ടുപിടിക്കപ്പെട്ടത്. ഇതോടെ പണം കൈമാറാൻ കഴിയില്ലെന്ന് ബാങ്കുകളും ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞു. അതാണ് വാർദ്ധക്യകാല ചികിത്സയ്ക്കും ജീവിത ചെലവിനുമായി ആയിരങ്ങൾ ആശ്രയിക്കുന്ന പെൻഷൻ മുടങ്ങാൻ കാരണമായത്. വീഴ്ച പരിഹരിച്ച് പോസ്റ്റ് ഓഫീസുകൾ രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കിയെങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഇനിയും പെൻഷൻ തുക മണി ഓർഡറായി ലഭിക്കുകയുള്ളൂ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ എല്ലാ പെൻഷൻ വിതരണ അറിയിപ്പുകൾക്കും ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാൻ ശ്രദ്ധിക്കുക. താങ്ക്